ഉഴുന്നുവടയാണ് ടുഡേ സ്പെഷ്യൽ. തൈര് വട ഇന്നലെ ചെയ്ത് കാണിച്ചിരുന്നു. ആ തൈര് വട തിരിച്ചു ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. തൈര് വടയിലേക്കുള്ള ഉഴുന്ന് വട ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൈര് വടയ്ക്കുള്ള ഉഴുന്ന് വട ചെയ്ത് തൈര് വടയിൽ ഇടാൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും കാണാം. ഓക്കെ, ഈ കളറിൽ വരുമ്പോൾ എടുക്കണം. ചെറിയ ചെറിയ വടകളായിട്ട് നമ്മൾ എടുത്തിട്ട് അത് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് ഇപ്പോൾ വടകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തൈര് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തൈര് വടയിലേക്കുള്ള വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തൈര് വടയിലേക്ക് നമ്മൾ തൈരിലേക്ക് അത് ഇടണം, ഈ വട എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടോളും. ഇന്നലെ പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അത്രയും തിരക്കിലായിരുന്നു ചെയ്യുന്നത്. അത് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല. കണ്ടില്ലേ വടകൾ? അപ്പോൾ ഞാൻ വട ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വട എടുത്തിട്ട് നമ്മൾ തൈരിലേക്ക് ഇടുന്നതാണ്. ഓക്കെ, വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് വേണം തൈരിലിടാനായിട്ടാ. ഞാൻ കാണിച്ചു തരാം. ഇത് വട ഓക്കെ ആയിട്ടാ. ഇതാണ് വട. ഓക്കെ, ഇപ്പോൾ ഈ വടകൾ നമ്മൾ ഇടാൻ പോവാണ് തൈരിലേക്ക്. ഇവിടെ തൈര് റെഡിയാണ്. തൈര് റെഡിയാണ്. നമ്മൾ ആദ്യം വെള്ളത്തിലിടണം. ഈ വട എടുത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് ഇടുന്നതാണ്, തൈരിലേക്ക്. നമ്മുടെ തൈര് വട റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തൈര് വടയിലേക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്യണം. ഇപ്പോൾ തൈര് വടയിൽ ഈ തൈര് എടുത്ത് നമ്മൾ മറിച്ചിടണം. വട എടുത്ത് മറിച്ചിടണം. തൈരിൽ ഫുൾ തൈര് ഉണ്ടാവണം അതിലേക്ക്. അമ്മോ ചിന്ന താളിക്കുന്ന പാത്രം എടുത്ത് കൂടി അത് இந்த கொஞ்சம் எண்ணெய் ஊற்றிடு. அவ்வளோதான், கொஞ்சம் எண்ணெய் ஊற்றும். அதில் கொஞ்சம் எடுத்துரு. கொஞ்சமாக அது 2 மணி கடுகு போட்டுரு. அப்படி அதிலே போடு. அப்படி கடுகு வெடிச்சு. கடுகு அங்கே வச்சு அந்த எண்ணெயிலே போடு, வெடிச்சிடும். சூடு பண்ணணுமா? அப்படியே வெடிக்கலையே. சரி, அதில் போட்டு சூடு பண்ணிவிடு. അങ്ങനെ തൈര് വട ഓക്കെ. വേഗം വേഗം വയ്ക്കൂ അമ്മോ. കറിവേപ്പില എവിടെ വെച്ചിട്ടുള്ളതെന്ന് അറിയോ? കറിവേപ്പില കൊണ്ടുവന്നിട്ടില്ലെന്ന്. ഞങ്ങൾ കറിവേപ്പില മേടിക്കാറില്ല. ഞങ്ങൾ ചെടിയുടെ മുകളിൽ കറിവേപ്പില ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പോയി പൊട്ടിച്ചിട്ട് വരുള്ളൂ. തൈര് വട റെഡി. ഓക്കെ, നമ്മൾ തൈര് വടയിൽ താളിച്ചൊന്നുമില്ല. കടുക്, കുറച്ച് എണ്ണ, കറിവേപ്പില, ഒരു ഉണങ്ങിയ മുളകിട്ട് താളിച്ചു. അതിന് ശേഷം നമ്മൾ ക്യാരറ്റും കൊത്തമല്ലിയും വെച്ച് ഡെക്കറേഷൻ ചെയ്തു. അങ്ങനെ നമ്മുടെ തൈര് വട റെഡിയായി. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ തൈര് വട എങ്ങനെയാണ് ചെയ്യുന്നത്? വെരി വെരി സിമ്പിൾ, പക്ഷെ വളരെ ടേസ്റ്റി. ഓക്കെ, വീട്ടിൽ ചെയ്യുന്ന സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മക്കൾ ചോദിക്കുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. രവേട്ടന് മോൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് തൈര് വട ആയിരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എല്ലാ റെസിപ്പിയിലും രവേട്ടന് മോൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത്. അതെ, അവർക്ക് ഇഷ്ടം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോഴും അവർക്ക് എന്ത് ഇഷ്ടം അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമുള്ള